ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് വന്നേക്കണേന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കളൊക്കെ ഒരു പുതിയൊരു കിട്ടുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് കൊടുത്താൽ വീഡിയോസൊക്കെ നിങ്ങൾ അപ്പോഴും തന്നെ നല്ല നോട്ടിഫിക്കേഷൻ തന്നെ എനേബിൾ ആവുന്നതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇവരുടെ ആരെങ്കിലും ഷെയർ ചെയ്യാത്തുണ്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഈ ഒരു വീഡിയോകളൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോകളൊക്കെ ഫുള്ളായിട്ട് നിങ്ങളെന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D നമ്മളെന്തായാലും വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും വെബ് സീരീസിൽ ഞങ്ങൾക്ക് ഒരു ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ആണ് നമ്മളെന്തായാലും വന്നേക്കണം. ഓക്കെ, നമ്മളൊരു ബർത്ത്ഡേ വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. സത്യത്തിൽ ഇന്നെന്തായാലും റിയലായിട്ട് എന്തായാലും എൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ സത്യത്തിൽ ഇന്നാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇതിലുള്ള ക്യാരക്ടറായിട്ടുള്ള CJനെ വെച്ച് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഇടാനായിട്ടാണ് വെബ് സീരീസ് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും സർപ്രൈസ് ആണ്, നിങ്ങളെന്തായാലും കണ്ടെന്തായാലും നോക്കണം, ആരും തന്നെ സ്കിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇതിനിടെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മളെന്തായാലും രാവിലെ തന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ജനാലയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, ആകെ ബോറടിയൊക്കെയാണ്. ഓക്കെ, പിന്നെ ഇന്നെന്തായാലും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് ഗൈസ്. ഓക്കെ, ഇന്ന് സത്യത്തിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് എനിക്ക് കിട്ടാതിരിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടുമായിരിക്കും. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് എന്തായാലും താഴ്ചന്നൊക്കെ നോക്കാം. നമ്മുടെ അച്ഛനെ കാണാമല്ലോ. ഓക്കെ, നമ്മുടെ അനിയത്തിയോ കാര്യങ്ങളോ ആരും തന്നെ എന്തായാലും വന്നിട്ടൊന്നും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, അവളൊക്കെ എന്തായാലും അവളെ വീട്ടിലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും താഴോട്ട് എന്തായാലും ഇറങ്ങിയപ്പോൾ ഇവിടെ ഇപ്പോൾ ആരെയും കാണുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു അച്ഛൻ വെളിയിൽ അങ്ങോട്ടെങ്കിലും പോയെന്ന് തോന്നുന്നു. ഓക്കെ കേസ്, അവിടെ വണ്ടികളെല്ലാം തന്നെ ഇവിടെ കിടപ്പ് എന്തായാലും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വണ്ടികളൊന്നും ഒരു നിരപ്പില്ലാതെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലെവലില്ലാതെയാണ് കിടക്കണം. ഓക്കെ, അത് നമ്മുടെ അച്ഛൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വണ്ടികളെല്ലാം എന്തോ സ്റ്റൈലെന്തോ പാർക്ക് ചെയ്തേക്കാണെന്ന് പറയണം. സത്യത്തിൽ ഇത് സ്റ്റൈലാണ് അതാ വണ്ടി ഇങ്ങനെ തലകുത്തനെ പാർക്ക് ചെയ്തേക്കാണെന്ന് എനിക്ക് അറിയണം. നമ്മുടെ അവിടെ കിടന്ന വണ്ടികളൊക്കെ താണ്ട് ഇവിടെ കൊണ്ടെടുത്തിട്ട് നമ്മുടെ GTR താണ്ട് ഇങ്ങനെ ചേർത്തിട്ടിരിക്കണത്. അവിടെ കിടന്ന് നമ്മുടെ ഫെറാറി എടുത്ത് ഇവിടെ കൊണ്ടിട്ട്, അങ്കിളിൻ്റെ ഫോർച്യൂണറിനെ ഇവിടെ കൊണ്ടിട്ട്, പിന്നെ അച്ഛൻ്റെ ഫെറാറിയെ തിരിച്ച് അങ്ങോട്ട് കയറ്റിയിട്ട്, പിന്നെ ബൈക്കുകളെല്ലാം പിന്നെ സൈക്കിളും അങ്ങനെ എല്ലാം വേറെ ഏതൊക്കെയോ സ്റ്റൈൽ എന്തോ ആണെന്ന് തോന്നുന്നു അച്ഛൻ വെച്ചേക്കണം. ഓക്കെ, എനിക്കറിഞ്ഞൂടാ, എന്തോ ഒരു സ്റ്റൈലൊക്കെ വെച്ചേക്കാണ്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് അതാണ് ഇവിടെ ഫുള്ള് നമ്മുടെ കയ്യിലുള്ള വണ്ടികളൊക്കെ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഏതാണ് കയ്യിലുള്ള നമ്മുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് ഇതാണ്, പിന്നെ നമ്മുടെ ഫോർച്യൂണറൊക്കെ. ഇത് നമ്മുടെ സ്വിഫ്റ്റ് അല്ല, ഇത് മറ്റേ റേസറിൻ്റെ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എൻഡവർ റേസറിൻ്റെ ആണ്. പക്ഷെ അത് നമ്മളെന്തായാലും എടുത്തതാണ്. ഓക്കെ, ഈ വണ്ടികൾ ഇനി നമ്മുടെ ആണ്. ഓക്കെ, നമ്മുടെ സ്വിഫ്റ്റ് ഇവിടെ കിടപ്പുണ്ട്, പിന്നെ നമ്മുടെ ഫോർച്യൂണർ ഇവിടെ കിടപ്പുണ്ട്, പിന്നെ നമ്മുടെ സ്കോർപ്പിയോ അതേപോലെ തന്നെ കിടപ്പുണ്ട്. സ്കോർപ്പിയോ ആരും തൊട്ടിട്ടൊന്നും തന്നെ ഇല്ല, സ്കോർപ്പിയോ അതേപോലെ തന്നെ കിടക്കുകയാണ്. നമ്മുടെ എൻഡവർ ഇവിടെ കിടക്കുകയാണ്, ഫോർഡ് എൻഡവർ, പിന്നെ നമ്മുടെ മഹീന്ദ്ര താറും ഇവിടെ കിടക്കുകയാണ്. ഓക്കെ, പക്ഷെ അച്ഛനെ കാണാനില്ല, എവിടെയാണോ എന്തൊക്കെ വണ്ടികളൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണ്. ഓക്കെ, എന്തോ അച്ഛൻ എന്തോ ഉദ്ദേശിച്ച് വണ്ടികളൊക്കെ മാറ്റിയിട്ടാണ്. ഇനി നാളെ വേണം വണ്ടികൾ ഫുള്ളായിട്ട് അടുക്കി പറക്കി ഇടാനാണ്. വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞ് കിടക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എടുത്തില്ല വയ്യ കേസ്. ഓക്കെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഒരു ജോലിയും ചെയ്യത്തില്ല കേസ്. ഓക്കെ, നമുക്കെന്തായാലും കുറച്ച് നേരം TV ഒക്കെ കണ്ടിരിക്കും. ഓക്കെ, അച്ഛൻ എവിടെയാണ് അത്, അച്ഛൻ ഒന്ന് വരട്ട്, അച്ഛന് വല്ല ഗിഫ്റ്റ് വല്ല വാങ്ങാൻ പോയതാണ് അത് എനിക്കറിഞ്ഞൂടാ. നമുക്കിവിടെ കുറച്ച് നേരം എന്തായാലും TVയും കാര്യങ്ങളൊക്കെ എന്തായാലും കണ്ടെന്തായാലും ഇരിക്കാം കേസ്. ഓക്കെ, അപ്പോഴത്തേക്ക് അച്ഛൻ എവിടെന്നെങ്കിലും പോയി കാണാം. ഓക്കെ, അച്ഛൻ പോയിട്ട് എന്തായാലും വരട്ടെ. ഓക്കെ, ഗോയ്സ്, എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും കംപ്ലീറ്റ്ലി എന്തായാലും ഇവിടെ റെഡി ആവുമായിരുന്നു. ഓക്കെ, ഞാൻ എന്തിനാണ് ഡ്രസ്സൊക്കെ മാറ്റി ഫുള്ളായിട്ട് റെഡി ആയി നിൽക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഓക്കെ, ഇന്ന് നമ്മുടെ CJയുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് CJയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും വാങ്ങിച്ചെടുക്കണം. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങാനായിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാനൊരു
കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് ഒരു ബാഗ് എടുത്തിട്ട് ആ ബാഗിൽ ഫുള്ള് ക്യാഷ് ഞാനൊക്കെ എടുത്ത് വച്ചേക്കാണ്. ഓക്കെ. CJ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനല്ലേ, അവൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ, അതിന് വേണ്ടാണ്. ഓക്കെ. അപ്പോൾ ഞാൻ നിറയെ ക്യാഷ് ഞാനൊക്കെ എടുത്തു അവൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അവൻ എന്തായാലും അവിടെ കട്ടിലിരുന്ന് എന്തായാലും TV ഞാനൊക്കെ കാണുകയാണ്. ഓക്കെ. അവനപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാനൊക്കെ നമുക്ക് എന്തായാലും കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് അവൻ്റെ ഗിഫ്റ്റ് ഞാനൊക്കെ നമുക്ക് സർപ്രൈസായിട്ട് ഒരു സ്ഥലത്ത് വെക്കണം. ഓക്കെ. അപ്പോൾ ആ സർപ്രൈസ് ഗിഫ്റ്റ് വെക്കണമെങ്കിൽ നമ്മുടെ ഈ വീട്ടിൽ കിടക്കണ ബാക്കിലുള്ള കുറച്ച് വണ്ടികൾ നമുക്കെടുത്ത് മാറ്റേണ്ടി എന്തായാലും വരും. ഓക്കെ. അതുകൊണ്ട് തന്നെ വേണ്ടി ഞാൻ പോയിട്ട് എന്തായാലും വണ്ടികളുടെ കീയും കാര്യങ്ങളൊക്കെ എടുത്ത് ഡയറക്റ്റ്. ഓക്കെ. ഞാൻ ഒരു പുതിയൊരു വണ്ടി വാങ്ങാനാണ് പ്ലാൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അവന് കൂടുതൽ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. ഓക്കെ. അവന് കാറും അങ്ങനത്തെ വണ്ടികൾക്കൊക്കെയാണ് കൂടുതലായിട്ട് എന്തായാലും ഇഷ്ടം കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കണത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് സർപ്രൈസായിട്ട് അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കീ പോയി എന്തായാലും എടുത്തിട്ട് വരാം. ഓക്കെ. ഓക്കെ. നമ്മളങ്ങനെ എല്ലാത്തിൻ്റെയും കീയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ. എല്ലാത്തിൻ്റെയെന്ന് പറഞ്ഞാൽ എല്ലാമൊന്നും മാറ്റണമില്ല, കുറച്ച് വണ്ടി മാറ്റണം. ഓക്കെ. അവിടെ സർപ്രൈസായിട്ട് അത് പാർക്ക് ചെയ്യാനായിട്ടാണ്. ഓക്കെ. നമ്മളൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ ബോക്സിലൊക്കെ പൊതിഞ്ഞ് എടുക്കില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പോൾ വണ്ടി നമുക്ക് ബോക്സിൽ പൊതിയാനായിട്ട് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ. നമുക്ക് ഇതൊക്കെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി വല്ല ഇടും. ഓക്കെ. നമ്മുടെ CJക്ക് ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ആ സർപ്രൈസായിട്ടൊക്കെ ഒന്ന് കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഫസ്റ്റ് ഈ ഒരു സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും അങ്ങോട്ട് എന്തായാലും മാറ്റി എന്തായാലും ഇടാം. ഓക്കെ. നമുക്കിത് എങ്ങോട്ട് മാറ്റിയിടാം? ഓക്കെ. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ വീടിൻ്റെ വെളിയിലോട്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടെന്തായാലും പാർക്ക് ചെയ്തെന്തായാലും ഇടാം. ഓക്കെ. അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഓക്കെ. ഓക്കെ. നമുക്കപ്പോൾ എന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും അങ്ങ് എവിടെയെങ്കിലും എന്തായാലും കൊണ്ടെന്തായാലും ഇടാം. ഓക്കെ. എന്തായാലും ഞാൻ എന്തായാലും അവിടെ എന്തായാലും ഇടണില്ല. ഓക്കെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ പാർക്ക് ചെയ്യാം. ഓക്കെ. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ. ഓക്കെ. ബാക്കെന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലായിട്ടൊക്കെ പാർക്ക് ചെയ്തിടാം. ഓക്കെ. നമുക്ക് ഒരു വണ്ടി നമുക്ക് ഗ്യാരേജിൻ്റെ അകത്ത് പാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ. നമുക്ക് ബാക്കിയുള്ള ഓരോ വണ്ടികൾ നമുക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് മാറ്റിയിടാം. ഓക്കെ. ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് അവനെ കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. നമുക്കപ്പോൾ പോയി അടുത്ത വണ്ടി പോയി എന്തായാലും എടുത്ത് വന്നാലും മാറ്റാം. ഓക്കെ. അടുത്ത് ഫോർച്യൂണറാണ്. ഓക്കെ. ഫോർച്യൂണർ എടുത്ത് നമുക്ക് മാറ്റിയിടാം. ഓക്കെ. അപ്പോൾ നമുക്കെന്തായാലും ഞാൻ എന്തായാലും ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും എടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ. എൻ്റെ അമ്മേ, ഫോർച്യൂണറിൻ്റെ അടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്. ഓക്കെ. ഇതെല്ലാം അവൻ്റെ വണ്ടിയാണ്. ഏത് വണ്ടി വാങ്ങുമെന്ന് എനിക്കൊരു പിടിയും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ. ഏതെങ്കിലും ഒരു നല്ലൊരു കിടിലൻ വണ്ടി എടുക്കണം. ഓക്കെ. എൻ്റെ മനസ്സിലെന്തായാലും നമ്മുടെ മഹീന്ദ്രയുടെ ബൊലേറോയാണ്. ഓക്കെ. ബൊലേറോയും പിന്നെ പോർഷയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഓക്കെ. 2 ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ബൊലേറോയും പോർഷയും. ഓക്കെ. 2 കിടുക്കാച്ച് വണ്ടികളാണ്. ഓക്കെ. അവന് പോർഷ നല്ല ഇഷ്ടമാണ്. ഓക്കെ. അവന് നല്ലൊരു സ്പോർട്സ് കാർ വാങ്ങിച്ചു കൊടുക്കും. ഓക്കെ. പിന്നെ അവന് ഓഫ് റോഡും ബാക്കി ട്രിപ്പൊക്കെ പോകാനായിട്ട് നല്ലൊരു വണ്ടിയും വേണം. ഓക്കെ. അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് എടുത്ത് എന്തായാലും ഒന്ന് ഒതുക്കി ഒന്ന് മാറ്റി എന്തായാലും അങ്ങോട്ട് എന്തായാലും പറക്കി എന്തായാലും ഇട്ടിട്ട് എന്തായാലും പെട്ടെന്ന് എന്തായാലും വരാം. ഓക്കെ. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഫൈനലി എന്തായാലും ഞാൻ കുറേ ടൈം എടുത്ത് ഇവിടെ ഫുള്ള് ഞാൻ എന്തായാലും സെറ്റാക്കിയിട്ട് എന്തായാലും ഉണ്ടൊക്കെ ഇവിടെയുള്ള എല്ലാ വണ്ടികളൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടൊക്കെ. ഞാൻ നമ്മുടെ ഏതാണ് CJയുടെ സ്കോർപ്പിയോയും താറും മാറ്റിയില്ല, ബാക്കിയെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഏതാണ് അനിയൻ്റെ വണ്ടിയും പിന്നെ നമ്മുടെ ബൈക്ക് സൈക്കിളും ബാക്കിയെല്ലാം നമ്മളെന്തായാലും എടുത്ത് മാറ്റി. പിന്നെ നമ്മുടെ ഇവിടെ കിടന്ന വണ്ടികളൊക്കെ നമ്മളൊരു സ്റ്റൈലിൽ നമ്മളിങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കണം. ഓക്കെ. എന്താണ് ഈ ബൈക്കും ബാക്കിയുള്ള വണ്ടികളൊക്കെ എടുത്ത് മാറ്റിയെന്ന് വെച്ചാൽ രാത്രിയും കാലമൊക്കെ ഒരു വലിയൊരു പാർട്ടിയും കാലമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. രാത്രിയല്ല, അതെന്തായാലും ഉച്ചയാകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ വലിയൊരു പാർട്ടിയും കാലമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടിക്കും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ഗസ്റ്റും പിന്നെ നമ്മുടെ കുറേ ബന്ധുക്കളും പിന്നെ കുറേ പേരെയും പിന്നെ എൻ്റെ കമ്പനിയിലുള്ള കുറേ ഫ്രണ്ട്സിനെ എല്ലാവരെയും ഞാൻ അതിൽ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വണ്ടിയൊക്കെ ഇടണ്ടേ, ബാക്കിയൊക്കെ വെളിയിൽ ഇടുന്നതാണ്. ഓക്കെ. ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ വലിയൊരു പാർട്ടി നടക്കുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ. വീട് ഫുള്ളാകുമ്പോൾ വെളിയിലും പാർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ആൾക്കാർ വരുമ്പോൾ കുറച്ചൊരു അട്രാക്റ്റീവായിട്ടൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് പാർക്ക് ചെയ്ത് ഫ്രണ്ടിലത്തെ എല്ലാ വണ്ടികളൊക്കെ വാരിയെടുത്ത് ബാക്കിലെടുത്ത് ഇട്ടത്. ഓക്കെ.
ഇനി നമുക്ക് നമ്മുടെ മോനുള്ള ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോകാം. ഞാൻ എന്തായാലും ഫൈനലി ഗിഫ്റ്റ് കണക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സാധനം 2 ഏതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഓക്കെ, യെസ്, ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ ബലേറോയും പിന്നെ നമ്മുടെ പോർഷയാണ് ഞാൻ എന്തായാലും നമ്മുടെ മോന് വേണ്ടി ബുക്ക് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇത് 2 ഞാൻ എന്തായാലും അവന് വേണ്ട എന്തായാലും ബുക്ക് ചെയ്തേക്കണം. ഓക്കെ, ഞാൻ ബാക്കി എല്ലാത്തിൻ്റെ കീ കൊണ്ട് വെച്ചത് നമ്മുടെ അനിയൻ്റെ വണ്ടിയുടെ കീ മാത്രം എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അവൻ എന്തായാലും ഇവിടെ അല്ല, അവൻ എന്തോ വെളിയിലെന്തോ സാധനം വാങ്ങാൻ പോയേക്കാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇതും എടുത്തുകൊണ്ട് എന്തായാലും ആ ഒരു ലൊക്കേഷനിലോട്ട് എന്തായാലും പോവാം. ഓക്കെ, ആ വണ്ടി നമുക്കെന്തായാലും വീട്ടിൽ തന്നെ എന്തായാലും അവരെന്തായാലും ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തെന്തായാലും തരുന്നതാണ്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞിട്ട് എന്തായാലും അല്ലാതെ തന്നെ പോയി എടുക്കാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മുടെ എല്ലാ വണ്ടികളും ഞാൻ പിന്നെ എടുത്ത് ഇട്ടിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ബാക്കി ബൈക്ക് സൈക്കിളൊക്കെ അങ്ങോട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പം ഞാൻ എന്തായാലും അയാളെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് വണ്ടി. ഓക്കെ, അയാളെന്തായാലും നമ്മുടെ ആ ഒരു ഏതാണ് ജുറാസി പാർക്കില്ലേ ആ ഒരു ലൊക്കേഷനിൽ കണക്ക് വണ്ടിയും കൊണ്ട് എന്തായാലും വരാമെന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് എന്തായാലും ഇതും കൊണ്ട് കത്തിച്ചെന്നാലും നേരെ അങ്ങോട്ട് തന്നെ വിടാം. ഓക്കെ, 2 സ്പെഷ്യലായിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, അതിൻ്റെ കളറ് സ്പെഷ്യലാണ്. ഓക്കെ, നമുക്കിപ്പോൾ നേരെ എന്തായാലും ഫസ്റ്റ് എന്തായാലും അങ്ങോട്ട് എന്തായാലും ഇതും കൊണ്ട് എന്തായാലും പോവാം. ഓക്കെ, എന്നിട്ട് ആ ഒരു വണ്ടി എന്തായാലും എന്തായാലും എടുക്കാം. ഓക്കെ, അപ്പം നമുക്കെന്തായാലും ഇതും കൊണ്ട് എന്തായാലും കത്തിച്ചെന്നാലും നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം. ഓക്കെ, ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ എന്തായാലും ഫൈനലി എന്തായാലും അയാൾ അയച്ചെന്ന ഒരു ലൊക്കേഷനിലോട്ട് ഞാൻ എന്തായാലും ഫൈനലി എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് അയാൾ എന്തായാലും നമ്മുടെ മോന് വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്ത ഒരു ഗിഫ്റ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പം ഞാൻ ബുക്ക് ചെയ്ത ആ 2 വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞോളാം വണ്ടി 2 സർപ്രൈസ് ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒന്ന് നമ്മുടെ പോർഷയാണ്. ഓക്കെ, വേറെ ലെവലായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പോർഷയും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഏതാണ് നൈസായിട്ടുള്ള ഒരു യെല്ലോ കളറിലുള്ള ഒരു പോർഷയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ മഹീന്ദ്രയുടെ ബലേറോ ആണ്. പക്ഷെ അതൊരു വെറും ബലേറോ അല്ല, അതെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഒറിജിനൽ ഗോൾഡൻ ബലേറോയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ആ 2 വണ്ടിക്കും പ്രത്യേകമാണ്. ഇതെന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ടുള്ള സ്പോർട്സ് എഡിഷൻ പോർഷയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടുള്ള നോർമലായിട്ടുള്ള ബലേറോ അല്ല, ഇതെന്ന് വെച്ചാൽ ഗോൾഡൻ ബലേറോ ആണ്. ഓക്കെ, കാണാനായിട്ട് ഒടുക്കത്തെ ലുക്ക് വെച്ചാൽ ഒടുക്കത്തെ ലുക്കാണ്. ഇത് 2 നമ്മുടെ മോന് വേണ്ടി ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം അയാളിത് എവിടെ പോയെന്ന് ഒരു പിടിയും തന്നെ എന്തായാലും ഇല്ല. അയാളിവിടെ കാണാനില്ലല്ലോ. അയാളിനി മുങ്ങിയ വണ്ടിയിലിട്ട്. അയാളവിടെ നിൽപ്പുണ്ട്. സാറേ ഇനി ഓടി വാ, എനിക്ക് കാലിന് ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഇതാ വരുന്നു. താൻ്റെ കയ്യിൽ നിന്നല്ല ഞാൻ ഈ 2 വണ്ടി ബുക്ക് ചെയ്താ? അതെ സാറേ പേയ്മെൻറ്റ് അടച്ചോ? എത്രയാണ് രൂപ 2 വണ്ടിയുടെ? പോർഷയ്ക്ക് ഒരു 400 മില്യനും പിന്നെ ബലേറോയ്ക്ക് ഒരു 10 മില്യനും. അപ്പോൾ മൊത്തം എല്ലാം കൂടെ 410 മില്യനാണ്. ഓക്കെ, 410 മില്യൻ അല്ലേ? ആ പോർഷയ്ക്ക് എന്താണ് ഇത്രയും വില വരാൻ കാരണം എന്ന് വെച്ചാൽ സാറേ അത് സ്പെഷ്യൽ എഡിഷനാണ്. അതേപോലെ തന്നെ ബലേറോ സ്പെഷ്യലാണ്, അതുകൊണ്ടാണ് അത്രയും പൈസ അതിന് വരണത്. ശരി, ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. 410 മില്യൻ അല്ലേ? യെസ് സാർ. ഓക്കെ, ഞാൻ ചെയ്തിട്ടുണ്ടേ. ശരി സാറേ, അപ്പം ശരി. ഓക്കെ, അങ്ങനെ ഫൈനലി എന്തായാലും അയാളെന്തായാലും എനിക്കെന്തായാലും വണ്ടിയുടെ കീയും കാര്യങ്ങളൊക്കെ തന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അവന് വേണ്ടിയിട്ടുള്ള ബലേറോയുടെ പോർഷയുടെ. ഓക്കെ, ഇത് 2 എനിക്ക് ഓടിച്ച് കൊണ്ടുപോകാനായിട്ട് എന്തായാലും പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ അനിയനെ വിളിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അവൻ എന്തായാലും വന്ന് അവൻ്റെ ഫോർച്യൂണർ പിന്നെ ഈ കിടക്കണ ഈ ഒരു ഗോൾഡൻ ഏതാണ് ബലേറോ എടുത്തുകൊണ്ട് പോകും. അയാളോടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാൻ എന്തായാലും ഞാൻ പറഞ്ഞിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അയാളെല്ലാം മറ്റേൻ്റെ കീയും കാര്യങ്ങളൊക്കെ നമ്മുടെ അനിയൻ വന്ന് ഈ വണ്ടി എടുത്തോളൂ. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് ഈ പോർഷ എടുത്തുകൊണ്ട് പോകും. ഓക്കെ, അവ ആരെങ്കിലും വെട്ടിച്ച് ഒരാളെയും കൂടെ വന്ന് അവൻ ബലേറോ എടുത്തിട്ട് അവൻ്റെ ആ ഒരു ഫോർച്യൂണർ എടുത്തുകൊണ്ട് അവൻ വന്നോളൂ. ഓക്കെ, നമുക്കെന്തായാലും തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ മോൻ വെയിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, നമുക്കെന്തായാലും ഇവ എന്തായാലും ഈ വണ്ടി കൊണ്ട് എന്തായാലും വരട്ടെ. ഓക്കെ, എന്നിട്ട് എന്തായാലും നമ്മുടെ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കെന്തായാലും ചെയ്യണം. ഓക്കെ, നമുക്കെന്തായാലും അവനോട് റെഡിയായി സെറ്റായി വരാനായിട്ട് പറയണം. ഓക്കെ, വലിയൊരു പാർട്ടിയും ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോഴേ പാർട്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഏകദേശം എല്ലാവരും ഇപ്പോഴൊക്കെ വരുമെന്ന് തോന്നണം. ഓക്കെ, എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും ഫസ്റ്റ് എന്തായാലും വീട്ടിലോട്ട് എന്തായാലും പോവാം. ഞാൻ എന്തായാലും എല്ലാവരെയും ക്ഷണിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, എന്തായാലും അവൻ വരട്ടെ. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ഗറാജിലോട്ട് നമുക്കെന്തായാലും അങ്ങ് സീക്രട്ടായിട്ട് അങ്ങ് എന്തായാലും പാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ,
എന്തായാലും നമുക്ക് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും മുകളിലോട്ട് എന്തായാലും വരണം. ഫസ്റ്റ് എന്തായാലും അവനും കൂടെ എന്തായാലും ഒന്ന് വരട്ടെ. ഓക്കെ, എല്ലാം സെറ്റാക്കി ഫുള്ളായിട്ട് എല്ലാവരും വന്നിട്ട് എന്തായാലും ഞാൻ എന്തായാലും ഇനി എന്തായാലും പറയാം. ഓക്കെ, അവൻ്റെ കൂടെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാനായിട്ട് എന്തായാലും ഞാൻ എന്തായാലും പറയാനായിട്ട് പോകാൻ. ഓക്കെ, ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്താണെന്ന് എനിക്കൊരു പിടിയും തന്നെ എന്തായാലും ഇല്ല. ഞാനാണെങ്കിൽ അവിടെ കട്ടിൽ ടി വിയെ കണ്ട് കുറേ നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യായിരുന്നു. പെട്ടെന്ന് തന്നെ അച്ഛൻ സന്തോഷത്തിൽ ഓടി വന്ന് മോനെ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറി റെഡിയായി കുട്ടപ്പനായി വാ, ഒരു കിടിലെ സംഭവം ഉണ്ടെന്നൊക്കെയാണ് പറയണത്. ഓക്കെ, അച്ഛൻ എന്തായാലും ഒരു കിടുക്കാച്ചായിട്ടുള്ള നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ജാക്കറ്റും പിന്നെ പാൻറ്റൊക്കെ വാങ്ങിച്ചു തന്നൊക്കെ അതൊക്കെ എടുത്ത് എന്തായാലും ഇട്ടിട്ട് എന്തായാലും ഉണ്ട്. മിക്കവാറും എൻ്റെ ബർത്ത്ഡേ വല്ല സെലിബ്രേഷൻ ആയിരിക്കും. ഇത് ഏത് വണ്ടികൾ? അല്ല, ഈ 3 നമ്മുടെ വണ്ടിയാണ്. പക്ഷെ അങ്ങ് കിടക്കണ ആ 3 വണ്ടി ഏത്? അതേപോലെ തന്നെ അപ്പുറത്ത് കിടക്കണ 3 വണ്ടിയാണ്. ഒരു പിടിയില്ല. മിക്കവാറും വല്ല പാർട്ടിയും വല്ലായിരിക്കും. എന്തായാലും അച്ഛൻ്റെ അവിടെ പോയി ചോദിക്കാം. അച്ഛാ മോനെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ അച്ഛാ ഇവിടെ ഫുള്ളായിട്ട് വണ്ടികളൊക്കെ? അത് പിന്നെ മോനെ നിൻ്റെ ബർത്ത്ഡേ ഒക്കെ അല്ല, അതുകൊണ്ട് ഈ അച്ഛൻ്റെ വക ഒരു ബിഗസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ. ഞാൻ ഇഷ്ടം പോലെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം വന്നിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പേ നിനക്കൊരു സാധനം കാണിക്കാനായിട്ടുണ്ട്. എന്താണ് അച്ഛാ? നീ പതുക്കെ നടന്നു വാ. ശരി അച്ഛാ, നീ അങ്ങോട്ട് നോക്കല്ലേ, നമ്മുടെ കാർ ഗറാജിലോട്ട് നീ നോക്കല്ലേ, നീ ഇങ്ങനെ തിരിഞ്ഞു വാ. ശരി അച്ഛാ. നിക്ക് നീ എവിടെ പോണ നീ? ശരി നിന്ന അച്ഛാ. ഇനി ഒന്നും നോക്കണ്ട, നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. ഇതെന്താണ് എന്റെ മോനെ? അച്ഛ, ഈ വണ്ടി ആർക്കുള്ള? മോനെ സർപ്രൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. നിനക്ക് ഇഷ്ടപ്പെട്ട മോനെ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട അച്ഛാ, താങ്ക് യു അച്ഛാ. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ എൻ്റെ അച്ഛനും കാണാൻ എനിക്ക് എന്തായാലും ബർത്ത്ഡേയുടെ ഗിഫ്റ്റും ഞാനൊക്കെ തന്നിട്ടുണ്ട്. 2 കിടില് വണ്ടിയാണ്, നമ്മുടെ മഹീന്ദ്രയുടെ ബലേറോയും പിന്നെ നമ്മുടെ പോർഷയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, 2 കിടിലൻ വണ്ടിയായിരുന്നു. വലിയൊരു പാർട്ടിയും ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ബർത്ത്ഡേ ആയിട്ടുള്ള ഒരു കിടുക്കാച്ചായിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നാളെ ഒരു കിടുക്കാച്ച് വെബ് സീരീസ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ എല്ലാ ചങ്ക് പഠിച്ചവർക്കും ഗുഡ് ബൈ. ഓക്കെ, എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കണ്ടെന്നേ വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.